എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കീഴെ കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സ് കണ്ട് എല്ലാം കിഴിക്കാത്തതിൻ്റെ കീഴിലേക്ക് പോവാം. 2 ദിവസമായില്ലേ കിഴി? 2 ദിവസം, ഒരു ദിവസം അല്ലേ? ഇന്നലെ മാത്രം. ഞാൻ ചെയ്തു. ഓക്കെ, ഞാൻ തോറ്റ് തുന്നമ്പാടിപ്പോയി മറന്നുപോയില്ലേ? തോൽവി ഞാൻ ഓർക്കാറില്ല. അതാണ് വെറുതെ അല്ലാതെ കിട്ടാതെ. ടൈല് ഹെഡ് ഫസ്റ്റ് കിഴി. കിഴി ചുമ്മാ കിഴി. ടോബി സിനിമയുടെ OTT റിലീസ് ഡേറ്റ് വന്നിട്ടുണ്ട്. ഡിസംബർ 22 സോണി ലീവിൽ. നമ്മുടെ രാജ്ബി ഷെട്ടി നായകനായ സിനിമയാണ്. നല്ല അഭിപ്രായം ഉണ്ടായിരുന്ന സിനിമ കേട്ടോ. വളരെ മികച്ച അഭിപ്രായമായിരുന്നു. നമ്മൾ ആ സിനിമ കണ്ടിട്ടില്ല, എന്തായാലും കാണണം. ഓക്കെ. സോണി ലീവ് നല്ല ക്വാളിറ്റി ആയിട്ട് മാത്രമേ എടുക്കുള്ളൂ അല്ലേ? തുണ്ട് സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ. ഓക്കെ, കാണാം. റിയാസ് ഷെരീഫാണ് സിനിമയുടെ ഡയറക്ടർ. ഫെബ്രുവരി 16 റിലീസ് കേട്ടോ. ഒരു റിയലിസ്റ്റിക് പോലീസ് സ്റ്റോറി ആണെന്നുള്ളത് വ്യക്തമാണ്. ബിജു മേനോന്റെ അടുത്തതൊക്കെ ഇത് തന്നെയാണ് കേട്ടോ. എല്ലാം പോലീസ് സ്റ്റോറിയാണ്. പോലീസ് വേഷത്തിൽ തന്നെയാണ് ആള്. എന്തായാലും ഒരു ലൊക്കേഷനിൽ നിന്ന് അടുത്ത ലൊക്കേഷനിലേക്ക് പോകാനാണ്. ഇപ്പൊ സ്റ്റാറുകളുടെ എണ്ണത്തിൽ മാത്രം മാറ്റം വരുന്നുള്ളൂ, ബാക്കിയെല്ലാം ഓക്കെയാ. കൊള്ളാം. അത് ശരി, അത് കൊള്ളാം. എളുപ്പമായില്ലേ? അത് നല്ല കലക്കാൻ സാധനമായിട്ടുണ്ട്. എന്തായാലും ഇത് പക്ക തനി ഉണ്ടാ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിന്റെ അതേപോലെ ഉണ്ട് അല്ലേ? അത് പിന്നെ അതിനകത്ത് പിന്നെ പറഞ്ഞിട്ടല്ലോ, പോലീസ് സ്റ്റോറി ആകുമ്പോ എല്ലാം ഏകദേശം ഒരേപോലെ. പക്ഷെ എന്നാലും ഇങ്ങനെ ഇതുപോലെ ഒരു ഇത് വരില്ലല്ലോ, വണ്ടി ഇങ്ങനെ പൊക്കുന്നുള്ളൂ. അല്ല, ആ ഒരു വൈബ് ഉണ്ട് എന്ന് പറയാം. സെയിം വൈബ്. പിന്നെ 2 അക്ഷരമുള്ളൂ പേര്. ഉണ്ട, അതേപോലെ തുണ്ട്. ചെറിയ മാറ്റമുള്ളൂ. അടുത്ത തുണ്ട് തുറക്കുന്നു, അടുത്ത കിഴി തുറക്കുന്നു. തങ്കലാൻ സിനിമയുടെ റിലീസ് ഡേറ്റ് മാറ്റും എന്ന് നമ്മൾ ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. തീരുമാനമായിട്ടുണ്ട്, പോസ്റ്റ്പോൺ ചെയ്തു. ഇനിയിപ്പോൾ സാധ്യത പറയുന്നത് സമ്മറിലേക്കാട്ടോ. 2024 സമ്മറിലേക്ക് അനൗൺസ്മെന്റ് ഒക്കെ ഉടനടി എത്തുന്നതാണ്. കാരണം ഒരുപാട് വർക്ക് പെൻഡിങ് ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോഴാണ് ഡബിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതെ, ഒരുപാടുണ്ടല്ലേ. അതുമല്ല, മലൈക്കോട്ടെ വാലിബൻ 25-നായിരുന്നേ. അതിന്റെ കൂടെ. അടുത്തത് സത്യം നേരെ സിനിമയുടെ റൂഹെ എന്ന് തുടങ്ങുന്ന സോങ് ലിറിക്കൽ വീഡിയോ ഇന്ന് രാവിലെ പുറത്തു വന്നിട്ടുണ്ട്. വലിയ അനൗൺസ്മെന്റും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് വന്നതാണ് കേട്ടോ. ഒറ്റ വരവായിരുന്നു സംഭവം. കേട്ടിട്ടില്ല. എന്ത് തോന്നി? നീ ഉണ്ടായിരുന്നല്ലേ? കുഴപ്പമില്ല, അത് തോന്നുന്നു. വലിയൊരു സംഭവമായിട്ട് എനിക്ക് തോന്നിയില്ല. വലിയ കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. കുറച്ച് സ്ലോയില് കുറച്ച് ഫീലായിട്ടുള്ള സാധനം. ഓക്കെ, അടുത്ത കിഴി. ടർബോ സിനിമയുടെ ആഗ്രഹം കൊണ്ട് പറഞ്ഞതാണേ. എന്തായാലും ലൊക്കേഷൻ സ്റ്റീലിൽ വന്നിട്ടുണ്ട്. മമ്മൂക്കയുടെ കൂടെ വൈശാഖിരിക്കുന്ന ഒരു സ്റ്റീലിൽ. ഇതേ നല്ല തണുപ്പാ തോന്നുന്നുണ്ട് കേട്ടോ. അതെ, പിന്നെ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്ന മമ്മൂക്ക. അതെ, ഓക്കെ. ഷാളൊക്കെ പതിച്ച് അല്ലേ? മാർക്കോ ഉണ്ണിമൂന്തനാണ് നായകനാവുന്നത്. ഹനീഫ് അദേനിയാണ് സിനിമ ഡയറക്ട് ചെയ്യുന്നത്. അറിയാലോ, നമ്മുടെ മിഖായലിലെ വില്ലൻ. സിനിമയുടെ ഷൂട്ട് ഫെബ്രുവരിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് കേൾക്കുന്നത്. ഞാൻ അങ്ങനെ ചിന്തിച്ചിരിക്കുന്നു കേട്ടോ ഇതിനെ കുറിച്ച്. മാർക്കോ എന്ന് ഷൂട്ട് തുടങ്ങുന്നത്? എന്തായാലും ബോസാൻകോ അല്ലേ? അതിന്റെ OTT അതിന്റെയൊക്കെ കച്ചവടം നടന്നു എന്നൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. എന്താന്ന് അറിഞ്ഞൂടാ. ഓക്കെ, അടുത്ത കിഴി. 7 മലൈ 7 കുന്ന് 7 മലൈ 7 കടൽ 7 മലൈ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ചുമ്മാ രസത്തിന് പറഞ്ഞാണ്. ഓക്കെ, കളിയാക്കിയതായിട്ട് ഫീൽ ചെയ്യുമല്ലോ. ഓക്കെ, അങ്ങനെയും കിട്ടാറുണ്ടേ. കളിയാക്കാതെ വെറുതെ നമ്മളൊരു രസത്തിന് പറയുന്നത് പോലെ വാങ്ങിച്ചു കൂട്ടാറുണ്ട്. എന്തായാലും 7 കടൽ 7 മലൈ നമ്മുടെ റാം ഒരുക്കുന്ന സിനിമയാണ് പേരമ്പന് ശേഷം. അതുകൊണ്ട് തന്നെ വളരെ വലിയ പ്രതീക്ഷയുള്ള സിനിമയാണ്. എന്തായാലും സിനിമ റോട്ടർഡാം ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നിവിൻ പോളിയുടെ ഒരു കുതിച്ചുകയറ്റം ഉണ്ടാവുമോ? താഴെ കിടക്കുകയാണല്ലോ. ഭയങ്കര വിഷമമുള്ള കാര്യം. അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ മാത്രം നമുക്ക് പോലും ഒരു മറുപടി പറയാൻ പറ്റൂല, ഉണ്ടാവോ ഇല്ലോ എന്ന് പോലും.
എന്തായാലും ഇനി വരാനിരിക്കുന്ന സിനിമകൾ ഇപ്പൊ ഇതിലെന്തായാലും പ്രതീക്ഷ ഉണ്ട്. ഇത് റാമിന്റെ സിനിമ ആയതുകൊണ്ട് നമുക്ക് ആ ഒരു പ്രതീക്ഷ ഉണ്ട്. പക്ഷെ എന്നാൽ പോലും ഇങ്ങനെ ഒരു ഫിലിം ഫെസ്റ്റിവലിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ ആ സിനിമയ്ക്ക് കൊമേഴ്ഷ്യൽ എന്ന് പറയുന്ന സാധനത്തിന്റെ ഇത് കുറയും. സിനിമ ഭയങ്കര അഭിപ്രായമായിരിക്കാം. അപ്പൊ മൂത്തോനൊക്കെ ഭയങ്കര സിനിമയാണ്. പക്ഷെ അത് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റില്ലെന്ന്. അതായത് ഇപ്പോഴത്തെ പ്രേക്ഷകരുടെ ഒരു പ്രത്യേകതയാണത്. അതായത് ഫിലിം ഫെസ്റ്റിവലിലൊക്കെ കളിച്ചിട്ട് തിയേറ്ററിലേക്ക് വരുമ്പോൾ ഫിലിം ഫെസ്റ്റിവലിലൊക്കെ വന്നിട്ട് കളിക്കുന്ന സാധനമാണല്ലേ, അങ്ങനെ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാകുന്നുണ്ട്. ദൃശ്യജാലകങ്ങളൊക്കെ ഭയങ്കര ഫിലിം ഫെസ്റ്റിവലിലൊക്കെ വന്നതാണ്. നമുക്ക് കണ്ടു കഴിയുമ്പം അതിന്റെ ഒരു എഫക്ട്, അതിന്റെ റിലീസ് ചെയ്തപ്പം എത്ര അതിന്റെ കളക്ഷനൊക്കെ ഏറ്റവും കുറഞ്ഞ, അതായത് ഇത്രയും മുകളിൽ നിൽക്കുന്ന ഒരു സ്റ്റാറിന് ഇത്രയും കുറഞ്ഞ കളക്ഷൻ വന്ന ഒരു സിനിമ. അതാണ്. അപ്പൊ അങ്ങനത്തെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇത് അതിലേക്ക് പോയി എന്ന് പറയുമ്പോൾ അതാട്ടോ. അപ്പൊ അങ്ങനത്തെ ഒരു കണ്ടന്റ് ആയിരിക്കുമല്ലോ. എന്തായാലും നല്ല സിനിമയായിരിക്കും എന്നുള്ളത് തന്നെ പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും നല്ല അഭിപ്രായം ഉണ്ടാവും. 3 പോസ്റ്റേഴ്സ് പുറത്തു വന്നിട്ടുണ്ട്. നിവിൻ പോളി, അഞ്ജലി, സൂരി. നന്നായാ മതിയായിരുന്നു. സിനിമയെ കുറിച്ച് എന്താ ലാലേട്ടൻ നിന്റെ കൂടെയാണല്ലോ. എന്ത് ചെയ്യാ, എന്നും അങ്ങനെ തന്നെ സിനിമയെ കുറിച്ച്. പക്ഷെ നേര് നീ അങ്ങനെ ചേർത്ത് പിടിക്കണ്ട. പൃഥ്വിരാജ്, നീ സലാറ് പിടിച്ചിരുന്നാ മതി, ഞാൻ നേര് പിടിക്കാം. ആയിക്കോട്ടെ. അങ്ങനെ എനിക്ക് ഇപ്പോഴും, അതായത് സലാറിന്റെ ട്രെയിലർ കണ്ടിട്ടും സലാറ് വേറെ ലെവലാണത് വേറെ കാര്യം, സത്യമാണ്. അല്ല, ഞാൻ പറയാൻ വരുമായിരുന്നു. പക്ഷെ ഇപ്പോഴും എനിക്ക് നേരിൽ ഉള്ളൊരു പ്രതീക്ഷ ഉണ്ടല്ലോ, അതുകൊണ്ട് ഇപ്പോഴും എനിക്കൊരു എന്തോ മുന്നിലൊരു പച്ച വെളിച്ചം കത്തുന്നുണ്ട്. തൽക്കാലം പച്ച കത്തിക്കോട്ടെ, കുഴപ്പമില്ല. ഞാൻ എന്തായിരുന്നു പറയാൻ വന്നത്? നീ ഇപ്പൊ പറഞ്ഞത് എമ്പുരാൻ സിനിമയെ കുറിച്ച് പൃഥ്വിരാജ് പറഞ്ഞത്. അതായത് പൃഥ്വിരാജിന്റെ ക്യാരക്ടറിന്റെ ഫൈറ്റ് സീനുകളൊക്കെ കുറച്ച് നീട്ടി വെച്ചിട്ടുണ്ടെന്ന്. കാരണം ആളുടെ കാലിന്റെ ഇഞ്ചുറിന്റെ പ്രശ്നം കൊണ്ടാണ്. വിലായത്ത് ബുദ്ധ ഷൂട്ടിനിടയിൽ ആൾക്ക് പറ്റിയ ഒരു ഇഞ്ചുറി ഉണ്ടായിരുന്നു. അന്നത് ചെറിയതാന്ന് പറഞ്ഞ സംഭവമാണ് കേട്ടോ. പക്ഷെ അത് ഭയങ്കരമായിട്ട് ആളെ നടത്തത്തിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആള് അത്യാവശ്യം റെസ്റ്റ് എടുത്തില്ലേ? അത് ശരിയല്ലേ, 1 മാസത്തോളം റെസ്റ്റ് ഉണ്ടായിരുന്നു. കാരണം ലിഗമെന്റിനാണേ, ഡോക്ടേഴ്സാണ് പറഞ്ഞതെന്നാ പറഞ്ഞത്. ഇപ്പോഴത്തൊന്നും ഫൈറ്റ് ഒന്നും അങ്ങനെ ചെയ്യണ്ട. മാത്രല്ല ഹെവി ഫൈറ്റ് സീനായിരിക്കും. അതെ, കാരണം അറിയാലോ. അതുപോലെ തന്നെ സിനിമയുടെ ഷൂട്ട് ജനുവരിയിൽ തുടങ്ങും. മിഡോടുകൂടി 2024 മിഡോടുകൂടി തീർക്കും എന്നാണ് പറയുന്നത് കേട്ടോ. അറിഞ്ഞൂടാ, അത് ഭയങ്കര ആവേശം പകരുന്ന ഒരു സാധനം കേട്ടോ. അടുത്ത വർഷം തന്നെ കാണാൻ പറ്റുമല്ലോ എന്ന് പറഞ്ഞോളെ. പക്ഷെ ഈ ഒരു ഇത്, അതായത് ആളുടെ പോർഷൻസ് നീട്ടി വെക്കുമ്പോ മുന്നോട്ട് പോകില്ല. പിന്നെ അതിൻ്റെതായ ഒരു ഇതുണ്ടാവും. ചിലപ്പോ അതും കൂടി കണക്കൂട്ടിട്ടായിരിക്കാം 2-3 മാസത്തിന്റെ റെസ്റ്റിന് ഉണ്ടാവുള്ളായിരിക്കും. നോക്കാം. എന്താണെന്നറിയോ, ഒരു മാറ്റം കൂടി ഉണ്ട്. സലാർ സിനിമക്ക് ശേഷമായിരിക്കും എമ്പുരാൻ വരുന്നത്. അപ്പൊ അതില് എന്തായാലും പൃഥ്വിരാജ് കുറച്ച് വലുതാവൂലേ? അപ്പൊ അത് സമയമെടുത്ത് നല്ല രീതിയിൽ ഒരുക്കി വിട്ടാ മതി. ഒരു തിടുക്കവും വേണ്ട, നന്നാക്കി തന്നാ മതി. ഓക്കെ, അടുത്ത കിഴി കങ്കുവ സിനിമയുടെ റിലീസ് ഡേറ്റ് മാറ്റിയത് മാത്രം എനിക്ക് കിട്ടുന്നത്. കങ്കുവ സിനിമയുടെ റിലീസ് ഡേറ്റ് മാറ്റി. ഫുൾ നെഗറ്റീവ് വൈബാണല്ലോ. എന്താണ് ഇത്? പക്ഷെ ഈ ചിരിയില്ല പോസിറ്റീവ്. അതൊരു സത്യം. എത്ര നെഗറ്റീവ് കിട്ടിയാലും പോസിറ്റീവ് ചിരിച്ചോണ്ട് പോസിറ്റീവ് ആക്കുന്നുണ്ട്. അത് കൊള്ളാം. ഓക്കെ, എന്തായാലും അളിയാ, എന്താണ് ഇതിങ്ങനെ മാറ്റാൻ കാരണം എന്നുള്ളത് എനിക്ക് ഒരു പിടുത്തമല്ല. അതെ, എന്തായാലും ഈ അടുത്തുള്ള ഷൂട്ട് തന്നെ കഴിഞ്ഞത് സത്യം. കാരണം പ്രത്യേകിച്ച് നമ്മൾ കേട്ടറിവ് വെച്ചിട്ട് കങ്കുവ എന്നത് ഒരു വലിയ സംഭവമാണ്. അപ്പോൾ അതിനനുസരിച്ച് ഒരുപാട് സമയം എടുക്കും. എന്തായാലും ഏപ്രിലല്ലായിരുന്നു അവർ ആദ്യം ഡേറ്റ് പറഞ്ഞത്. താങ്ക് യു. ഇപ്പം തന്നെ ചിരിക്കണേ. കാരണം എന്താ അറിയോ, നെഗറ്റീവ് ആയിരിക്കും മേ ബി, പറയാൻ പറ്റില്ലല്ലോ, പോസിറ്റീവ് ആക്കാൻ. ഓക്കെ, എന്തായാലും ഏപ്രിലായിരുന്നു റിലീസ് ഡേറ്റ് പറഞ്ഞിരുന്നത്. അതെന്തായാലും മാറ്റും സമ്മറിലേക്ക്. തങ്കലാനും സമ്മറിലേക്കാണല്ലോ, രണ്ടും ഒരുമിച്ച് വരാൻ ചാൻസ് കുറവാണ്. ഓക്കെ, അടുത്തത് അജയന്റെ 2ാം മോഷണം ARM സിനിമയുടെ റിലീസ് മെയ് 1 പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ. റൂമറുകളാണ്. മെയ് 1, അതായത് തൊഴിലാളി ദിനം. കൊള്ളാം. 2 ഗെറ്റപ്പില്, 3 ഗെറ്റപ്പില്, സോറി അത് 3 ഉണ്ടല്ലേ, 1 2 3 2 ഗെറ്റപ്പിലൊന്ന്. ഞാനേ 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഒരു മിമിക്സ് പരേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതില് ഒരു അന്നത്തെ കോമഡിയാണ്, ഇപ്പോഴല്ല.
അതിലുണ്ട് കാക്കക്ക് 2 കാലുണ്ട് പറഞ്ഞ പോലെ ഇങ്ങനെ പിടിച്ചിട്ട് 2 കാലുണ്ട് എന്ന് പറഞ്ഞ പോലെ ആ ഒരു സാധനം പോലെ ഫീൽ ചെയ്തു. ഇതേൽക്കൂലേ ഇത് കട്ട് ചെയ്യാലേ? ഇതേക്കും മറ്റേതായിട്ടില്ലെങ്കിൽ ഇതേക്കും. ഇനിയും ഇത് കട്ട് ചെയ്യണ്ടല്ലോ. ആ സെറ്റായി. ഓക്കെ, ബാക്കിയുണ്ട്. അടുത്ത കിഴി. അയ്യോ ചിരിക്കണ്ട. അയലാൻ സിനിമയുടെ സെക്കൻഡ് സിംഗിള് വരാൻ പോകുന്നു നാളെ. അതായത് അയല എന്ന സോങ് ആയിരിക്കും വരുന്നത്. നമ്മുടെ അയലാൻ്റെ സ്പെഷ്യൽ സാധനം തന്നെ ആയിരിക്കും അത്. എന്തായാലും പോസ്റ്റർ 20-ാം തീയതി. അയല അപ്പോൾ കുറച്ച് പേര് അയലയും കൊണ്ട് വരും. അടുത്തത് ചോദിച്ചല്ലേ ഏതായാലും അന്വേഷിപ്പിൻ കണ്ടെത്തും. നിന്റെ കൂടെയാ? എനിക്ക് ഇത് മൊത്തം എടുത്ത് നോക്കോട്ടോ, എല്ലാം റിലീസിങ്ങിന്റെ ഡേറ്റുകൾ പൊതുവെ ഇന്നത്തെ കിഴി ഏതാണ്ട് അത് തന്നെയാണ് അല്ലേ? റിലീസ് ഡേറ്റ് മാറ്റി വെച്ചതും കുറേണ്ണം റിലീസിനുള്ളതും. എന്താണെങ്കിലും അന്വേഷിപ്പിൻ കണ്ടെത്തും സിനിമയുടെ റിലീസ് ഫെബ്രുവരിയിലേക്ക് പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, ജനുവരി കഴിഞ്ഞ ജനുവരിയിലെ ഓളം അങ്ങ് തീരുമ്പോഴേക്കും അടുത്ത് വരട്ടെ. അതെ, ഡാർവിൻ കുര്യാക്കോസ് ആളാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. ഫെബ്രുവരിയിൽ ഇപ്പം തുണ്ട് ഫെബ്രുവരി 16-ന്. ഇപ്പം അന്വേഷിപ്പിൻ കണ്ടെത്തും കൂടി വന്നിട്ടുണ്ടെങ്കിൽ സെറ്റ് എല്ലാം അല്ലേ, കറക്റ്റ് ഫില്ലായി. അതാണ്. ഓക്കെ, അടുത്ത കിഴി ദളപതി 68. ഓഹോ, അതിന്റെ ഏറൊക്കെ വന്നത് അല്ലേ? കിഴിയൊക്കെ എടുത്തിട്ട് ഓക്കെ പോന്നോട്ടെ. ഓക്കെ, എന്തായാലും ദളപതി 68-ൻ്റെ ടൈറ്റിൽ എന്തായിരിക്കും എന്നുള്ള റൂമറുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 3 ഇംഗ്ലീഷ് ടൈറ്റിൽസ് ഇവർ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലൊന്ന് പുറത്തു വന്നിട്ടുണ്ട്. ഈ 2 നമുക്ക് പ്രതീക്ഷിക്കാം. ഈ പുറത്തു വന്ന പേര് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ബോസ്. ഈ ബോസ് തുടങ്ങുന്ന ഒക്കെ അവസ്ഥ അതന്നെ പറയാൻ പറ്റാത്തോണ്ട, അതാണ് അവസ്ഥ. വെച്ച് തുടങ്ങല്ലേ ബോസ് എന്ന് കിട്ടുകഴിഞ്ഞാൽ അല്ലെങ്കിൽ പിന്നെ അല്ലാണ്ട് ബോസ് നിട്ടാ തന്നെ ഒരു ബോറാണ്. അതൊരു കോമഡി ഫീൽ ചെയ്യണം ഇപ്പോൾ അല്ലേ? ശരിക്കും പണ്ടൊക്കെ ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാസ് ഫീലായിരുന്നു. ബോസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ കോമഡിയാണ്. അടുത്തത് ഓക്കെ, ഡങ്കി സിനിമയുടെ പ്രീമിയർ ഇന്ന് ദുബായിൽ വെച്ച് നടക്കുന്നുണ്ട്. എന്താടാ ഞാൻ ചിരിക്കൂല, ഞാൻ പോസിറ്റീവ് ആക്കാൻ ഉദ്ദേശിച്ചിട്ടാണ്. എന്താണെങ്കിലും ഇന്നത്തെ പ്രീമിയറിന് ശേഷം അറിയാൻ പറ്റും, റിവ്യൂസ് പുറത്തു വരും. ഏകദേശം എന്തായിരിക്കും എന്നുള്ളത് ഇന്നറിയാം. അല്ല, ആൾറെഡി റെസ്പോൺസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് വിശ്വസിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മളെടുത്ത് ചെയ്യാറുന്നത്. 5-ൽ 5 കൊടുക്കുന്നത് പലരും. പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഇന്നലെ ആശാൻ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ, ഷാറുഖ് ഖാൻ. സാർക്ക് ദുബായിലുണ്ട്. ഭയങ്കര പ്രൊമോഷൻ വർക്കുകളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഒരുപാട് വീഡിയോസ് ആണ് നിരന്തരം അങ്ങനെ വിട്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും സംഭവം അതിൽ എന്താ, അതായത് രാജ്കുമാർ ഹിരാനി, SRK, താപ്സി ഇവർ തമ്മിലുള്ള ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അത് നൈസായിരുന്നു കേട്ടോ. അതെ. അടുത്ത കിഴി അനിമൽ. അനിമൽ സിനിമയുടെ 17 ദിവസത്തെ കളക്ഷൻ 835 കോടി. ഓക്കെ, ഇത് 1000 എത്തൂലല്ലേ? ചാൻസ് വളരെ കുറവാ തോന്നുന്നു. ഈ ടീം പരിശ്രമിക്കണം, തള്ളണം അല്ലേ? ഇന്ത്യ ചിലപ്പോ 1000ലേക്ക് കടക്കും. കാരണം ഇനിയിപ്പോ അത് OTT റിലീസിലേക്ക് പോകും, അടുത്ത് തന്നെ ഡേറ്റ് വരുമായിരിക്കും. എന്തായാലും കാനഡയിൽ ടോപ്പ് ഇന്ത്യൻ ഫിലിമായിട്ട് മാറിയിട്ടുണ്ട് കളക്ഷനിൽ. അത് എന്തായാലും ഗംഭീരമായിട്ടുണ്ട്. ഒന്നും മോശമൊന്നുമില്ല, പക്ഷെ നമുക്ക് മാത്രമേ മോശമായിരുന്നു. അല്ല, ഇഷ്ടപ്പെടാത്ത സിനിമകൾ എന്തോരും നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ആഘോഷമാണ്. സിനിമക്കാരിങ്ങനെ നോക്കിക്കും, കിഴി എന്ത് പറയുന്നു, ഓ അവര് നെഗറ്റീവാണ് ആഘോഷിച്ചോന്ന്. സിനിമ റെക്കോർഡ് കളക്ഷൻ. അതെ, അതായത് 10,000 കോടി അടിച്ചു, ജവാൻ 1000 കോടി അടിച്ചു. ഇപ്പതാ അനിമല് 1000ലേക്ക് കുന്തിക്കൊണ്ടിരിക്കുന്നു. കുതിക്കാന്ന് പറയാൻ പറ്റില്ല, 1000 കുതിച്ചോണ്ടിരിക്കുന്നു, കിതച്ചോണ്ടിരിക്കുന്നു. ഇപ്പൊ കിതപ്പാണ്. അതെ, അറിഞ്ഞൂടാ. എന്തായാലും നമ്മൾ നെഗറ്റീവ് പറഞ്ഞുകൊണ്ട് തന്നെ ആഘോഷരാവാണ് അവിടെ. അപ്പൊ എന്തായാലും കിഴി എപ്പിസോഡ് തീർന്നിരിക്കുകയാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് നമ്മൾ ഉടൻ തന്നെ വരുന്നതായിരിക്കും. എനിക്കറിയായിരുന്നു, എന്നാലും ബൈ സ്വീകരിച്ചാലും.